ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു എ ലൈൻ കുർത്തിയുടെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതറിയാത്തവർക്ക്, അതായത് തയ്യലിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് ചെയ്യാം. വെറും 3 അളവുള്ളതിന്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ നന്നായിട്ട് ശ്രമിച്ചാൽ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് നോക്കാം. 3 അളവുള്ളൂ. അപ്പോൾ നമുക്ക് 3 അളവുള്ളൂ. അപ്പോൾ അതിൻ്റെ 2 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറവായിരിക്കും. തുണി അത്രയല്ലേ ഉള്ളൂ. 3 അളവുള്ളത് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റുകൾ ഞാൻ പേപ്പറിൽ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ലൈൻ കുർത്തി അല്ലെങ്കിൽ ഫ്രോക്ക് എങ്ങനെ. അപ്പോൾ ഓരോരുത്തരുടെ തുണി ഇപ്പോൾ 2.5 മീറ്റർ തുണി നമ്മൾ എടുക്കുക. അപ്പോൾ അതിൽ 3 അളവുകൾ, ആ 3 മെഷർമെൻറ്റ് നമുക്ക് ഏതൊരു ഡ്രസ്സിനും വേണ്ട അളവ് തന്നെയാണത്. അപ്പോൾ ഷോൾഡർ, ചെസ്റ്റ്, വേസ്റ്റ്, ഈ 3 അളവ് ഇതിന് മതി. അപ്പോൾ ഇത് നമുക്ക് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഷോൾഡർ ഇപ്പോൾ ആദ്യം തുണി എങ്ങനെ മടക്കണേന്ന്, അപ്പോൾ ഇത് തുണിയാണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തുണീനെ ഇതുപോലെ 2ആയിട്ട് മടക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത്. ഈ തുണി ഇതുപോലെ തന്നെ മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ 2ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ തുണിയിൽ പറയണ പോലെ പറയാം. അപ്പോൾ നമുക്ക് ഷോൾഡറാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. കണ്ട, ആ ഒരു പോയിന്റിലാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത്. ആ ഫോൾഡഡ് സൈഡിലില്ലേ, ആ ഒരു ഭാഗത്താണ് നമ്മൾ ഷോൾഡർ എടുക്കുക. ഷോൾഡർ അളക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ബോണിൽ നിന്ന് ഒരു ബോണിലേക്ക് ടേപ്പ് പിടിച്ച് അളക്കുമ്പോൾ എത്രയാണോ വരിക അതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 15 എനിക്ക് വരുന്നത്. എൻ്റെ അളവ് വെച്ച് പറയാം. അപ്പോൾ അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7.5. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ആ ഒരു പറഞ്ഞ ഭാഗത്ത് ഞാൻ ടേപ്പ് വെച്ച് 7.5 അടയാളപ്പെടുത്തി. ഇനി ഇതിൽ വേറൊരു അളവുണ്ട്, ആം ഹോള് പ്രത്യേകിച്ച് ഒരു അത് പറയേണ്ടതുകൊണ്ടാണ് ഞാനത് പറയാതിരിക്കുന്നത്. അതായത് ഷോൾഡർ എത്രയാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അത് തന്നെയാണ് ആം ഹോള്. കണ്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ആം ഹോൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 7.5 തന്നെയാണ് അതിൻ്റെ ആം ഹോൾ. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ് ചെസ്റ്റ്. നമ്മുടെ അണ്ടർ ആമിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ എടുക്കില്ലേ, നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ ചുറ്റി എടുക്കുക കേട്ടോ. അതാണ് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ്. അപ്പോൾ 40 വരിക. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ചെസ്റ്റ് മെഷർമെൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ ഇത് വരിക കേട്ടോ. അപ്പോൾ എനിക്ക് 10 ഇഞ്ചാണ് വരിക. അപ്പോൾ ഞാനിവിടെ ചെസ്റ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ അടയാളപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മളതിലൊരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 ആണ് നമുക്ക് വരിക. അപ്പോൾ അത് 10 പോലെ നമ്മൾ അടയാളപ്പെടുത്തി. അതാണ് ചെസ്റ്റ് ലൈൻ കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ സീം അലവൻസ്, ഞാനിപ്പോൾ 2 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. 2 ഇഞ്ച് സീം അലവൻസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ വരുന്നത് വേസ്റ്റ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ മെയിൻ 3 മെഷർമെൻറ്റുകൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൽ നിന്ന് താഴോട്ട് നമ്മുടെ ബോഡിയിൽ 14 ഇഞ്ച് വരണ ലെങ്ത്ത്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. ഒരുവിധം എല്ലാവർക്കും 13-14 ഇഞ്ചാവും. കുട്ടികൾക്ക് ഒരു 13 ഇഞ്ച് കേട്ടോ വരിക. പിന്നെ ഹൈറ്റ് കൂടിയവർക്ക് ഒരു 15 ഇഞ്ച് വരെ വരും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് 14 ഇഞ്ച് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ചിലവർക്ക് മാത്രം വ്യത്യാസപ്പെടുള്ളൂ. ഒരു 15.5 വരെയൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ലെങ്ത്ത്. ഇനി ആ ഭാഗത്ത് നമ്മുടെ ടേപ്പ് ചുറ്റിയെടുക്കുക. അത് 14 വരണ ആ ഭാഗത്ത് അത് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ അവിടെയാണ് നമ്മൾ ഓരോരുത്തരുടെ അളവ് വ്യത്യാസപ്പെടുന്നത്. അപ്പോൾ എനിക്ക് വരുന്നത് 35 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ആ 35 ഇഞ്ചിനെ 4 കൊണ്ട്, അവിടെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 8.75 കണ്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വേസ്റ്റ് ലൈനിൽ നമ്മളത് ഇതുപോലെ 8.75 നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക കണ്ടോ. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് വെച്ചാൽ 1.5 കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കുക. അതെ, ഇതുപോലെ ഞാൻ ചെസ്റ്റും വേസ്റ്റും അടയാളപ്പെടുത്തി. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളെ തുണിക്ക് എത്രയാണോ വീതി കണ്ടോ, ആ വീതിക്കനുസരിച്ച് നമ്മളൊന്ന് ചെരിച്ച് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ തുണിയിൽ ഒരു 40 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീതിക്കനുസരിച്ച് ഞാൻ തുണിയിലെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഞാനൊന്ന് ചെരിച്ച് വരച്ചു. ആ ഭാഗം തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ ആം ഹോൾ എന്ന് പറയുന്നത്, ആം ഹോളിൻ്റെ ഒരു ഭാഗം നമ്മൾ വരച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 1.5 ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക ആ ഒരു കോർണറിൽ നിന്ന്. എന്നിട്ട് നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അത് ഞാൻ തുണിയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ എലൈൻ്റെ നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു കട്ടാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1 ഇഞ്ചിൽ സീം അലവൻസ് താഴോട്ട് നമ്മൾ വരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 3 മെഷർമെൻറ്റ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഷോൾഡറാണ്, ചെസ്റ്റാണ്, വേസ്റ്റാണ്. ആം ഹോൾ പിന്നെ അതിനുള്ള ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, ഉണ്ട്, അത് തന്നെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ തുണി ഇതുപോലെ 4ആയിട്ട് നമ്മുടെ പേപ്പർ മടക്കിയ പോലെ തന്നെ 4ആയിട്ട് ഇതുപോലെ ഞാൻ ചെരിച്ച് മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഫോൾഡഡ് സൈഡ് കണ്ടില്ലേ, ഈ ഒരു ഭാഗം തുണി അതുപോലെ മടക്കി വെച്ചു. ഇനി ഷോൾഡറാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ബോൺ ടു ബോൺ ഞാൻ പറഞ്ഞല്ലോ, അത് എത്രയാണോ വരുന്നത് അതുപോലെ അതിൻ്റെ പകുതി അടയാളപ്പെടുത്തുക. അപ്പോൾ എനിക്ക് 7.5 വരുന്നത്. ഇനി ആം ഹോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് തന്നെയാണ് നമ്മൾ എത്രയാണോ ഷോൾഡർ എടുത്തത് അത് തന്നെയാണ് ആം ഹോളും വരിക.
അപ്പോൾ നമ്മൾ ആം ഹോള് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വരച്ചു കൊടുക്കുക കേട്ടോ, ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മളിപ്പോൾ 2 മെഷർമെൻറ്റുകൾ നേരത്തെ പറഞ്ഞത് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി അതിന് ശേഷം ചെസ്റ്റ് ലൈൻ വരച്ചെടുക്കുക കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ ചെസ്റ്റ് ലൈൻ. അപ്പോൾ ആ ചെസ്റ്റ് ലൈൻ ഇതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ മെഷർമെൻറ്റ് കൊടുക്കുക. അപ്പോൾ എനിക്ക് 40 ഇഞ്ചാണ് വരിക. അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച് കണ്ടോ, 10 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക കേട്ടോ. 1 ഇഞ്ച് വേണമെങ്കിൽ 1 ഇഞ്ച്, 1.5 ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ലൈൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാൻ പറഞ്ഞല്ലോ വേസ്റ്റ് ലൈനാണ് വേണ്ടത്. നമ്മുടെ ഷേപ്പിൻ്റെ ലൈൻ വരണത് അത് നമ്മളെ ഷോൾഡറിൽ നിന്ന് 14 ഇഞ്ചാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ 14 ഇഞ്ച് കൊടുത്തു. ലെങ്ത്ത് ഞാൻ വരച്ചെടുത്തു. ആ ലെങ്ത്തിൽ നമ്മൾ ചെസ്റ്റ് ലൈൻ നേരിട്ടൊന്ന് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ ചെസ്റ്റ് ലൈനിന് എത്രയാണ് നമ്മുടെ അളവെന്ന് നോക്കട്ടെ. അത് എനിക്ക് 35ആണ്. 35ൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത് 8.75ആണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൂട്ടി കണ്ട ഇതുപോലെ 2 ഇഞ്ച് സീം അലവൻസ് കൂട്ടി നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തു കേട്ടോ. ചെസ്റ്റും വേസ്റ്റും കണക്ട് ചെയ്ത് വരച്ചു. ഇനി താഴോട്ട് ഞാൻ പറഞ്ഞല്ലോ, താഴോട്ട് നമ്മൾ എ ലൈനാണല്ലോ, സ്ലിറ്റ് ഇല്ലല്ലോ. അപ്പോൾ താഴോട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ 40 ഇഞ്ച് വീതി എൻ്റെ തുണിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു വീതിയിലേക്ക് ഫുള്ളായിട്ടുള്ള വീതിയിലേക്ക് ഞാൻ ഇതുപോലെ തയ്ച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത് 42 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കണം പറഞ്ഞല്ലോ. ഏറ്റവും അറ്റത്തായിട്ട് ഇതുപോലെ ഒരു 1.5 ഇഞ്ച് ഹൈറ്റിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരയ്ക്കണം. ഈ കുർത്തി തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വരച്ചു കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഷോൾഡറിൽ ഒരു 4 ഇഞ്ച് നമ്മളൊരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. അവിടെ നിന്ന് ഒരു പകുതി എടുക്കുക, ആം ഹോളിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ ആ ഒരു 1.5 ഇഞ്ചിൽ ഒരു ബാക്ക് ആം ഹോൾ വരയ്ക്കുക. അതിനുശേഷം 1 ഇഞ്ചിൽ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരയ്ക്കുക. കണ്ടോ, ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചൊന്ന് പുറത്തോട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്യട്ടോ. ഫ്രണ്ടും ബാക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രണ്ട് മാത്രം എടുത്തിട്ട് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു കേട്ടോ. ഇനി ഫ്രണ്ടിൻ്റെ നെക്കിലെ കാര്യം പറയാം കേട്ടോ. അപ്പം നമുക്ക് നെക്ക് എന്ന് പറയുന്നത് 3.25 ഞാൻ എടുക്കുന്നത്. ഒരു 4 വരും. എനിക്കത് അത്രയും കൂടുതൽ വേണം, അതുകൊണ്ടാണ് ഞാൻ എടുക്കുക. താഴോട്ട് 6 ഇഞ്ച് ലെങ്ത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സാധാരണ ഒരു നെക്ക് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബാക്കിലും ആ ഒരു നെക്ക് വിഡ്ത്ത് തന്നെ കൊടുത്ത് നമ്മൾ ബാക്കിലോട്ട് നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു നെക്ക് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കിൻ്റെ നെക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ. നമുക്ക് എങ്ങനെയാണ് സ്ലീവ് എന്ന് നോക്കാം. അപ്പോൾ സ്ലീവിന് ബാക്കി വരേണ്ട ഈ ഒരു തുണി മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഈ ഒരു തുണിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് ഭാഗം ഇല്ലല്ലോ, ഈ ഒരു ഭാഗം എടുക്കട്ടോ നമ്മൾ. അപ്പോൾ ഒരു 8 ഇഞ്ച് ലെങ്ത്ത് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു. 8 ഇഞ്ച് ലെങ്ത്തിൻ്റെ ഒരു സ്ലീവ് കേട്ടോ. അപ്പോൾ ഞാനൊരു 8 ഇഞ്ച് ലെങ്ത്ത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞുതരാം. ആം ഹോൾഡർ റൗണ്ട് എനിക്ക് 16ആണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് 8 ഇഞ്ച് വരിക കണ്ടോ. ആ 8 ഇഞ്ചിൽ നമ്മളൊരു ലൈൻ വരയ്ക്കണ പോലെ ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. കണ്ടോ, നമ്മുടെ ആ ഒരു ലൈനിൻ്റെ ആ ഒരു ഭാഗം 8 ഇഞ്ച് വരണം കൊടുത്ത് എന്നിട്ട് നമ്മൾ കൈ വയ്ക്കുക കേട്ടോ. ഒന്ന് കൈ വെച്ച് കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു ഭാഗത്ത് എത്രയാണ് നമ്മുടെ ക്യാപ്പ് ഹൈറ്റ് നോക്കുക. ഒരു 3.5 ഇഞ്ച്, അതായത് നമുക്ക് എല്ലാവർക്കും ഒരു മിക്കവാറും ഒരു 3-3.5 നമ്മൾ അവിടെ നിന്ന് എടുക്കണം കേട്ടോ. ആ 3.5 ഇഞ്ചിലേക്ക് ഒന്ന് ചെരിച്ച് വരച്ച് കൊടുത്താൽ മതി. നമുക്ക് തുണി ഇല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടോ. ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ആ ഒരു ഷേപ്പ് ബാക്ക് സ്ലീവിൻ്റെ കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുത്തല്ലോ, 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. ഇനി സ്ലീവിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് വരിക. 6 ഇഞ്ചിൽ നിന്ന് ഇതുപോലെ വരച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒരു 2 ഇഞ്ച് സീം അലവൻസ് എടുത്ത് ഇതുപോലെ വരച്ചു കൊടുത്തു. അത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ. എന്നിട്ട് നമ്മൾ ഇത് കുഴിച്ച് വെട്ടണമല്ലോ. അപ്പോൾ അതിൻ്റെ നല്ല പുറങ്ങൾ ഒരുമിച്ച് വെക്കുക കേട്ടോ. അതിലിപ്പോൾ ശ്രദ്ധിക്കണം, നല്ല പുറങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ഒരു ഭാഗത്തോടെ മാത്രം നമ്മൾ തയ്ച്ചെടുക്കുക, കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതുപോലെ തിരിച്ചു വയ്ക്കുമ്പോൾ നമ്മുടെ കുഴിച്ച ഭാഗം ഫ്രണ്ടിലോട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഒരു നല്ല പുറങ്ങളോ അല്ലെങ്കിൽ ചീത്തപ്പുറം ഏതെങ്കിലും ഒരു ഭാഗം ഒരുമിച്ച് വെക്കണം കേട്ടോ. നല്ല പുറം ചീത്തപ്പുറം, അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിക്കോളും. പിന്നെ അതുപോലെ ബാക്കിൻ്റെ നെക്ക് നമ്മൾ ക്രോസ് പീസിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഫ്രണ്ടിലെ നെക്ക് ഇതുപോലൊരു പീസ് തുണി എടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു പീസ് നമ്മൾ തുണി എടുത്തു. ഇനി ഇതിലെങ്ങനെയാണ് ഇത് വെക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ചുറ്റും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. മൊത്തം 2ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഈ തുണിയിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയെടുക്കുക കേട്ടോ. കണ്ടോ, അതിൻ്റെ ചുറ്റും ഞാൻ തയ്ച്ചു കൊണ്ടുവന്നിട്ട് കേട്ടോ. നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഒരു 3.25 നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് അത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസിൽ അത് കറക്റ്റ് ആ ലൈനിൽ കൊണ്ടുവച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിൻ ചെയ്ത് 1/2 ഇഞ്ചിൽ നമ്മൾ തയ്ച്ചു കൊടുക്കുക. നല്ല പുറങ്ങൾ നല്ല പുറത്താണ് ഇവിടെ തയ്ക്കേണ്ടത്. അപ്പോൾ അതുപോലെ തയ്ച്ചു കൊടുത്തു. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടോ. നല്ല പുറത്ത് വെച്ചിട്ടാണ് തയ്ക്കണത്, ബാക്കിലോട്ട് മറിച്ചിടാനുള്ളതല്ലേ. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് 1/2 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്ത് നമ്മൾ തിരിച്ചിടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല പുറത്താണ് ഇത് വെക്കേണ്ടത്, അത് ഓർക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മളിത് പിന്നിലേക്ക് ഇത് മറച്ചിടുകയാണ് കണ്ടോ. ഈ ഒരു പീസ് പിന്നിലോട്ട് പോയി കണ്ടോ. നമ്മൾ ആ ഒരു നല്ല പുറത്തോടെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ നെക്ക് ഫിനിഷാക്കി വെക്കുക. ഇതിപ്പോൾ ക്യാൻവാസിൽ വേണമെങ്കിൽ ക്യാൻവാസിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ക്യാൻവാസിൽ എടുക്കുമ്പോൾ കറക്റ്റ് നെക്ക് എടുക്കാം. ഇതിലിപ്പോൾ 4 വേണമെങ്കിൽ 3.5 എടുത്താൽ മതി നെക്കിൻ്റെ വിഡ്ത്ത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്.
പിന്നെ നമ്മൾ ഒന്നര ഇഞ്ചിൻ്റെ നമ്മൾ ക്രോസ് പീസ് എടുത്ത് ബാക്ക് നെക്ക് ചെയ്യാൻ പോകണത് രണ്ടായിട്ട് മടക്കി വെച്ചു. ചുറ്റും നമ്മളിത് ഇതുപോലെ തയ്ച്ചു കൊടുത്തു കേട്ടോ. അത് ഇതുപോലെ മടക്കി ഇതുപോലെ വെച്ച് ചുറ്റും നമ്മൾ തയ്ച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ അതുപോലെ തയ്ച്ചതേ കൊണ്ടുവന്നു കേട്ടോ. നമ്മൾ ആ ഒരു ഭാഗത്ത് കട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ, അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അല്ലാത്തവരത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞോ. ഇതുപോലെ നമ്മളൊന്ന് ചുറ്റും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒന്ന് മറഞ്ഞു പോകാനായിട്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പീസ് ഫുള്ളായിട്ട് ചെയ്യാറായിട്ടില്ലേ, ഇനി നമുക്ക് ഷോൾഡറുകൾ ജോയിൻ ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ നെക്കിൻ്റെ എല്ലാ പണികളും നമ്മൾ കഴിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇനി ആ ഒരു ബാക്ക് പാർട്ട് നല്ല പുറങ്ങൾ ഒരുമിച്ച് വെച്ച് ബാക്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ആ ഒരു തയ്ച്ച് വെച്ചില്ലേ ക്രോസ് പീസ്, അപ്പോൾ ആ ക്രോസ് പീസ് ഇതുപോലെ വെച്ചിട്ട് ഉള്ളിലേക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ ആ ഒരു ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് അരയിഞ്ചിൽ നമ്മൾ തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അരയിഞ്ചിൽ തയ്ച്ചു കൊടുക്കുക. നമ്മൾ ആ തയ്ച്ചു കൊണ്ടുവരുമ്പോൾ ഇതുപോലെ തയ്ച്ചു കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് വരും കണ്ടോ. അപ്പോൾ നമ്മുടെ ആ ഷോൾഡർ അവിടെ ഫിനിഷായി കിട്ടിയിട്ടാണ്. നമ്മുടെ സ്ലീവിൻ്റെ അടിഭാഗം തയ്ച്ചു കൊടുത്തിട്ട് നല്ല നമ്മൾ ആ കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. മൊത്തമായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ 3 മെഷർമെൻറ്റുകളുകൊണ്ട് നമുക്ക് ഇടുന്ന കുർത്തി, ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ കുർത്തികൾ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നൈറ്റി പീസൊക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ്